അടുത്തതായിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും പരസ്പരം അറിയാം. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ ഇതിനൊരു ഔപചാരികമായ ഒരു സ്വാഗത പ്രസംഗം ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ എല്ലാം പ്രിയങ്കനായ ബെന്നി ജോൺ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഫോർ ദ വെൽക്കം സ്പീച്ച്. ബെന്നി ചേട്ടൻ. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്നാലും സാരമില്ല. നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളിപ്പോഴാണ് ആഘോഷിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല സന്തോഷമുണ്ട് ഇത്ര ആൾക്കാരെ ഇവിടെ ബ്രെയിൻട്രി മലയാളീസ് നമ്മൾ ഇത്ര ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റിയതിൽ. കാരണം നമ്മൾ കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ കുറച്ച് ഫാമിലി ഒരു ഓണം ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. നമ്മൾ മാക്സിമം കുറച്ച് ഫാമിലി ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഹാൾ എന്നുള്ള രീതിയിൽ തുടങ്ങി നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ആൾക്കാർ സംസാരിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പൊ ഈയിടയ്ക്ക് തന്നെ ഈ ഒരു ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പം ചെംസോളിൽ ഫ്രണ്ട് ചോദിച്ചു, നിങ്ങൾ ഏത് വീട്ടിലാണ് കൂടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വീട്ടിലല്ല, ഞങ്ങളൊരു ഹയർ സെക്കൻഡറി ഞങ്ങളൊരു തിയേറ്ററിലാണ് കൂടുന്നത്. നിങ്ങൾ ഇത്രയും പേര് ബ്രെയിൻട്രിയിലുണ്ടോ? അപ്പം ആക്ച്വലി ആൾക്കാർക്ക് അറിയില്ല. നമുക്ക് തന്നെ അറിയില്ല. എനിക്കും ടു ബി ഓണസ്റ്റ് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് നേരിട്ട് അങ്ങനെ അറിയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊന്ന് ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പലരുമായിട്ട് കണക്ട് ചെയ്യുന്നതും. നമ്മളിപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായി. നമുക്ക് ബ്രെയിൻട്രി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും എന്താ പറയുക, പിന്നെ നമുക്ക് ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു ഹെൽപ്പാണ് പല കാര്യത്തിലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചെംസോടുന്ന ആൾക്കാർ പണ്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അവിടെ മലയാളികളുണ്ടോ ബ്രെയിൻട്രിയിൽ? ഇപ്പോൾ ഉണ്ടോ മലയാളികൾ ബ്രെയിൻട്രിയിലുണ്ടോ? അതാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത്. ഓക്കെ, നമുക്കിപ്പം പിന്നെ മലയാളികൾ നമ്മൾ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻട്രിയിൽ പല ഇപ്പം ബിസിനസ് നടത്തുന്നവർക്കാട്ടെ നമുക്ക് പല കാര്യത്തിലും നമുക്കൊരു പിന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. പല കാര്യം നമ്മൾ എന്തിനും ചെംസോഡിന് പോകണ്ട, നമുക്ക് ഇവിടെ കിട്ടും എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ട്രെങ്തുകൾ ഉണ്ടെങ്കിൽ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കണക്ഷൻ പിന്നെ നമ്മൾ ആൾക്കാർ ഇപ്പം കുറച്ച് സീറ്റുകൾ എംപ്റ്റി ആണ്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ അടുത്ത ഓണം അല്ലെ ന്യൂ ഇയർ വരുമ്പോൾ ഇത് ഫുള്ളായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ സിക്സ് പറഞ്ഞ പോലെ ഞാനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് എൻ്റെ പണി എന്നെ ഏൽപ്പിച്ച ഞാൻ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒഫീഷ്യലി വെൽക്കം ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മളെ എന്താ പറയുക, ആദ്യം തന്നെ നമുക്ക് പേരൻസ് നമ്മളെ ഈ തണുപ്പത്ത് നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചങ്ങോട്ട് വരുമോ? ഇല്ല, ഞങ്ങൾ എന്തായാലും വരില്ല. പക്ഷെ എന്നാലും ഈ തണുപ്പത്ത് ഈ -ഡിഗ്രിയിൽ നമ്മുടെ പേരൻസ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരിവിടെ കാണുന്നുണ്ട്, ഈ തണുപ്പത്ത് നമ്മൾ ആഘോഷിക്കുന്നത് കാണുന്നുണ്ട്. അവരെ കൃത്യമായിട്ട് ഞാൻ ഈ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ ആഘോഷിക്കണം എന്ന് പറഞ്ഞത് തന്നെ അപ്പോൾ തന്നെ ഒത്തിരി നമ്മുടെ കുഞ്ഞു പിള്ളേരും അതുപോലെ ആൾക്കാർ ഒത്തിരി പേര് പിന്നെ എന്താ പറയുക പ്രോഗ്രാമിന് വേണ്ടി അന്നേരം തന്നെ മുന്നോട്ട് വന്നു ഒത്തിരി പ്രാക്ടീസ് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കി ഒത്തിരി 10-20ഓളം പ്രോഗ്രാം ഉണ്ട് ഇവിടെ വരുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, പക്ഷെ എന്നാലും നമ്മളത് കവർ ചെയ്യും. അപ്പം ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും ഞാൻ എന്താ പറയുക ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും, നമുക്കിവിടെ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 2 ആൾക്കാരാണുള്ളത്. ഒന്ന് മാതാ സൂപ്പർ മാർക്കറ്റ് ചെംസോഡിലുള്ളത്, അതുപോലെ ഐഡിയലിസ്റ്റിക് ഇൻഷുറൻസ്. അത് നമ്മുടെ കൂടെ എല്ലാത്തിനും മുന്നേ നിൽക്കുന്ന അജയാണ് അതിൻ്റെ ആള്. അതുപോലെ അപ്പം അവരെയും ഞാൻ ഈ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇനി നമ്മൾ തന്നെയാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി എന്താ പറയുക സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു 2026 ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബെന്നി ചേട്ടാ. മനോഹരമായ വാക്കുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു സാഹചര്യം